ഫൈസൽ, സെമി ഫൈനലിൽ ഇരു ടീമുകളുടെയും സാധ്യത 11 നമുക്ക് പരിശോധിക്കണം. ഏറ്റവും ആവേശകരമായ കാര്യം ഇന്നലെ ഞാനും രഞ്ജു മത്തായും സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, മെസ്സി, റൊണാൾഡോ, അങ്ങനെ ഒരു നെയ്മർ, ഒരു തലമുറയിൽപ്പെട്ടവരൊക്കെ മാറുമ്പോൾ ഇതാ അടുത്ത തലമുറയിൽപ്പെട്ടവർ അത്രത്തോളം മികവ് കാണിച്ചുകൊണ്ട് വരികയാണ്. ഒരു തലമുറ മാറ്റം ഫുട്ബോളിൽ, ലോക ഫുട്ബോളിൽ നിന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ സെമി ഫൈനലിൽ അടയാളപ്പെടുത്തുന്നതും അത് തന്നെ ആയിരിക്കും അല്ലേ ഫൈസൽ? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. മെസ്സിയും റൊണാൾഡോയും ഒക്കെ കളമൊഴിയുമ്പോൾ അവിടെ ഇനി യമാൽ, എംബാപ്പെ പോരിനാകുമോ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുക എന്നുള്ളത് അത് ഏതാണ്ട് വിധി എഴുതി കഴിഞ്ഞതാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം എക്കാലത്തും ഫുട്ബോൾ ആരാധകരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ നമുക്കറിയാം, രണ്ട് കോച്ചുമാർ, ദിദിയ ദശാംശ് ആണെങ്കിലും ഫ്യുവൻ്റെ ആണെങ്കിലും വളരെ പരിചയസമ്പന്നരാണ്. അവർക്ക് എക്കാലത്തും ഈ ടാക്ടിക്സ്, തന്ത്രങ്ങൾ അത്ര പരീക്ഷിക്കേണ്ടി വരാറില്ല എന്ന് ഈ ലോകകപ്പിൽ പ്രത്യേകിച്ചും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രണ്ടുപേരും തല പുകയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിവ് ശൈലിയായ 4-2-3-1 ശൈലിയിൽ അവർ കളിക്കാനിറങ്ങും. ഫ്രാൻസും സമാന ശൈലിയിൽ തന്നെയാണ്. കളിക്കളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ താരങ്ങളിൽ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാവുന്ന താരങ്ങൾ തന്നെയാണ്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾ കീപ്പിങ്ങിലായിട്ട് ഉനായ് സിമോൺ ഉണ്ട്. കുബാഴ്സി നമുക്കറിയാം ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. ലപ്പോട്ടയുണ്ട് സെൻട്രൽ ഡിഫൻസിൽ. കുക്കുറയ ഒരു പക്ഷേ വിങ് ബാക്കുകളിൽ ഈ ലോകകപ്പിൽ ഏറ്റവും തിളങ്ങിയിട്ടുള്ള താരം എന്ന് വിശേഷിക്കേണ്ടി വരും. വലത് വിങ്ങിലേക്ക് വരികയാണെങ്കിൽ പെഡ്രോ പോറയുണ്ട്. ഒപ്പം അവരുടെ എൻജിൻ എന്ന് പറയാവുന്ന താരം റോഡ്രി ഉണ്ട് അവർക്ക് മുന്നിൽ എന്നുള്ളതാണ് മധ്യനിര നിയന്ത്രിക്കുന്നതിനായി. ഒരു പക്ഷേ ഫാബിയൻ റൂയിസിനാകോ അതോ പെഡ്രിയാകോ ഫസ്റ്റ് 11-ൽ കോച്ച് ഒപ്റ്റ് ചെയ്യുക എന്ന് കണ്ടറിയണം. കഴിഞ്ഞ മത്സരങ്ങളിൽ പെഡ്രിക്ക് അവസരം നൽകിയിരുന്നു. മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഇവിടെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലാമിൻ യമാൽ വലത് വിങ്ങിലുണ്ട്. ഡാനി ഒൽമോ, യമാൽ ഒൽമോ സഖ്യം എത്രത്തോളം ക്ലച്ച് പിടിക്കുന്നു എന്നുള്ളത് സ്പെയിനിൻ്റെ മുന്നേറ്റ നിരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. യൂറോ കപ്പിലെല്ലാം നമ്മളത് കണ്ടതുമാണ്. അലക്സ് ബയേനയുണ്ട് അവർക്ക് കൂട്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. സ്ട്രൈക്കിങ്ങിൽ ഒയർ സബാൾ 4 ഗോളെല്ലാം നേടിയിട്ടുണ്ട് ഈ ലോകകപ്പിൽ. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, യമാൽ നൽകുന്ന പാസുകൾക്ക് കൃത്യമായി, നമുക്കറിയാം യമാലിൻ്റെ ഒരു മിടുക്ക് നമ്മൾ ലാലിഗയിലൊക്കെ കണ്ടതാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന അവസരങ്ങൾക്കനുസരിച്ച് അത് കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ ഒരു കൃത്യതയുള്ള ഒരു സ്ട്രൈക്കറുടെ അഭാവമുണ്ട് എന്നുള്ളതാണ്. ഈ 4 ഗോൾ എന്നുള്ള കണക്കിനപ്പുറത്തേക്ക് ഒയർ സബാൾ അദ്ദേഹത്തിൻ്റെ മികവ് ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറുവശത്ത് ഫ്രാൻസും സമാന ശൈലി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗോൾ കീപ്പിങ്ങിലെ മൈനാനുണ്ട്. അവരുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഒബാമക്കാനെയും വില്യം സാലിബയും ഉണ്ട്, ലൂക്കാസ് ഡെയ്നെയും അതോടൊപ്പം തന്നെ കോണ്ടയും. ഈ ഡിഫൻസ് ലൈനിൽ യാതൊരു മാറ്റത്തിനും സാധ്യതയില്ല എന്നുള്ളതാണ്. ഷോമേനി പരിക്ക് മാറി തിരിച്ചു വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്ല എങ്കിൽ മാനു കോനെ തന്നെ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ വരും. റാബിയോട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അദ്ദേഹം ഫസ്റ്റ് 11-ൽ ഉണ്ടായിരിക്കും. ഡിസൈ ഡുവേ ആണ് മറ്റൊരു സർപ്രൈസ്. ഒരു പക്ഷേ ഇന്ന് ഡുവേക്ക് അവസരം നൽകുമോ ദശാംശ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒലീസെ ഒരു പക്ഷേ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ എന്ന് തന്നെ പറയേണ്ടി വരും. അറ്റാക്കിംഗ് ആണ് ഫ്രാൻസിൻ്റെ ഏറ്റവും സ്ട്രെങ്ത്. ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ അറ്റാക്കിംഗ് നിര എന്ന് തന്നെ ഫ്രാൻസിനെ കുറിച്ച് പറയേണ്ടി വരും. എംബാപ്പയുടെ ഒരു റെക്കോർഡ് നമ്മൾ പറയുകയുണ്ടായി. 8 ഗോളും അതോടൊപ്പം തന്നെ 3 അസിസ്റ്റും ഇതിനോടകം തന്നെ എംബാപ്പെ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എംബാപ്പയ്ക്ക് ഒപ്പം തന്നെയുണ്ട് ഡെംബെലെ എന്നുള്ളതാണ്. 5 ഗോളും അതോടൊപ്പം തന്നെ 2 അസിസ്റ്റും നേടിക്കഴിഞ്ഞു. ഇവരുടെ ഈ ഒരു ഒപ്പം ഒലീസയുടെ 5 അസിസ്റ്റ് നേടിക്കഴിഞ്ഞ ഈ ഒലീസ കൂടെ ചേരുമ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാൻസിൻ്റെ ഈ അറ്റാക്കിംഗ് നിരയെ എങ്ങനെ പിടിച്ചു കെട്ടും സ്പെയിൻ എന്നാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ഒന്നിനൊന്ന് മികച്ച താരങ്ങൾ. റോഡ്രിയുടെ ഒരു മികവ്, റോഡ്രി അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിലേക്ക് മികവ് പുറത്തെടുക്കുകയാണെങ്കിൽ ഒരു എഞ്ചിൻ പോലെ വർക്ക് ചെയ്ത് യമാലിന് പന്തെത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്രമണത്തെ പൊളിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉറ്റുനോക്കാം. ഒപ്പം കുക്കുറയുടെ മുന്നേറ്റങ്ങളും അതെങ്ങനെയാണ് ഫ്രാൻസിന് തലവേദനയുണ്ടാക്കുന്നത്. ഈ കൊണ്ടേക്ക് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അദ്ദേഹം മൂവ് ചെയ്തതുപോലെ കുക്കുറയെ കൂടെ വരുമ്പോൾ ആ വിങ്ങിനെ എങ്ങനെയായിരിക്കും ദശാംശ് മാനേജ് ചെയ്യുക എന്നുള്ളതെല്ലാം കണ്ടറിയണം. കാരണം ഈ കളിയെക്കുറിച്ച് യൂറോപ്പിലെ ഏറ്റവും ശക്തരായ, ലോക ഫുട്ബോളിലെ തന്നെ കരുത്തുകൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഏറ്റവും ശക്തരായ 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ പ്രവചനം അസാധ്യമാണ് എന്ന് മാത്രമല്ല, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഒരു കണ്ണൊന്ന് തെറ്റിയാൽ ഏറ്റവും മനോഹരമായ നിമിഷം നഷ്ടമാകുമോ എന്ന ആശങ്കയുണ്ടാക്കുന്ന മത്സരം കൂടിയായിരിക്കും വിനീത. ഫൈസൽ, അതുപോലെ ചോദിക്കട്ടെ, ഒരു പ്രവചനത്തിനുണ്ടോ? ഒരു പ്രവചനം അസാധ്യമാണ്. കാരണം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിലെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്രാൻസിന് നമ്മൾ ഒരു എഡ്ജ് നൽകേണ്ടി വരും. അവിടെ എംബാപ്പെ, ഡെംബെലെ, ഒലീസെ ഈ 3 പേരുടെ ശക്തി നമ്മൾ എടുത്തു കാണിക്കാൻ തന്നെ വേണം. പക്ഷേ യമാൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി,
യമാൽ നിർണായക മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ഫ്രാൻസിനെതിരെ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇതുവരെ യമാൽ അല്പം വൈഡായി കളിക്കുന്നതാണ് നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടത്. അദ്ദേഹം ആ തന്ത്രത്തിൽ വല്ല മാറ്റവും വരുത്തുമോ എന്നാണ്. യമാൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഫ്രാൻസിനെ പോലുള്ള അതിശക്തമായ മികച്ച ഫോമിലുള്ള ഒരു ടീമിനെ മറിച്ചിടാൻ സ്പെയിന് ശേഷിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. മാത്രമല്ല റോഡ്രി ഒന്നും നമ്മൾ പ്രീമിയർ ലീഗിലെല്ലാം കളിക്കുന്ന അത്രത്തോളം മികച്ചൊരു കളി ഇതിൽ വന്നിട്ടുമില്ല എന്നുള്ളതാണ് വിനീത. ശരി, അപ്പോൾ ഏതായാലും ഫൈസൽ പ്രവചനത്തിനില്ല. 3-1 എന്ന ഗോൾ നിലയ്ക്ക് ഫ്രാൻസ് ജയിക്കുമെന്ന് ഞാനൊന്ന് പ്രവചിച്ചു നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രവചനത്തിനുള്ള അവസരമുണ്ട്. ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ ആരായിരിക്കും വിജയി, ഗോൾ നില എത്രയായിരിക്കും എന്നൊന്ന് പ്രവചിച്ചു നോക്കൂ. സമ്മാനമായി 5000 രൂപയുടെ കൂപ്പൺ, മൈജി നൽകുന്ന കൂപ്പൺ, മൈജിയും റിപ്പോർട്ടറും ചേർന്ന് നൽകുന്ന 5000 രൂപയുടെ കൂപ്പൺ 2 പേർക്ക് ലഭിക്കും. അപ്പോൾ സ്പെയിൻ ഫ്രാൻസ് സെമിയിൽ വിജയി ആരാകും? QR കോഡ് സ്കാൻ ചെയ്ത് ഉത്തരമയക്കാം.